ഓക്കെ ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യു ആർ വാച്ചിങ് ഗെയിമിംഗ് ഗൈസ്. മുത്തുണി ഇന്ന് നമ്മുടെ ഫ്രീ ഫയറിൽ കുറേ ഇവൻറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഗൈസ് വന്നേക്കുന്നത്. അപ്കമിങ് ഇവൻ്റ് ആണ് ഗൈസ്. അമ്മത്തല്ല ഞാൻ വീഡിയോയിട്ടൊക്കെ കുറേ ദിവസമായി ഗൈസ്. അപ്പോൾ ജോലിയുടെയൊക്കെ തിരക്കൊണ്ടാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. ഗൈസ് ഇതിലിപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാനുള്ള ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഗൈസ്, നമ്മുടെ അറൈവൽ അനിമേഷനാണ് ഗൈസ്. അറൈവൽ അനിമേഷൻ ഗൈസ്, സത്യം പറഞ്ഞാൽ വേണ്ട, ഇത് സീന് സാധനമാണ് ഗൈസ്. ഇതിൻ്റെ കൺഫേം ഡേറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതായത് ഇന്ന് മാർച്ച് 1 ഗൈസ്. ഇന്ന് മാർച്ച് 1, ഇനി 3 ദിവസവും കൂടെ ഗൈസ്. ഈ വരുന്ന 4-ാം തീയതി, അതായത് മാർച്ച് 4-ാം തീയതി ഈ കാർപ്പറ്റിൻ്റെ സംഭവം ഗൈസ്, ഈ റെഡ് കാർപ്പറ്റിൻ്റെ അത് നമ്മുടെ ഫ്രീ ഫയറിൽ ഇവൻറ്റിൽ കാണാൻ പറ്റും ഗൈസ്. ഗൈസ് നിങ്ങൾക്ക് ഇത് സത്യം പറഞ്ഞാൽ ഗൈസ് കൊള്ളാം ഗൈസ്. ഇത് നമ്മൾ കളിയൊക്കെ MVP അടിച്ചിട്ട് ഇങ്ങനെ രാജാവിനെ കണക്ക് വരാം ഗൈസ്, സ്റ്റാറിനെ കണക്ക് ഇറങ്ങാം ഗൈസ്. ഇത് കിട്ടുന്ന സാധനമാണ് ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ ഇമോട്ട് ഗൈസ്, ഡുവോ ഇമോട്ട് ഗൈസ്. എന്താണെന്ന് എൻ്റെ ദൈവമേ, സത്യം ഇത് കാണുമ്പോഴൊക്കെ എനിക്ക് ചിരിയും ഗൈസ്. ഇത് സത്യം നമ്മൾ ആരെങ്കിലുമൊക്കെ ടീമിൽ ആരെങ്കിലുമൊക്കെ, അതായത് നമ്മളെ എനിമിയൊക്കെ അടിച്ചിട്ടിട്ട് നമുക്ക് ഇമോട്ടൊക്കെ ഇടാം ഗൈസ്, ഡുവോ ടീമുമായിട്ടൊക്കെ അങ്ങനെ കൊള്ളാം ഗൈസ്. അല്ലാതെ നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഗൈസ്. ഇത് മാത്രമല്ല, ഞാനിപ്പോൾ കുറച്ച് അപ്കമിങ് വീഡിയോയുടെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഗൈസ്. ഇതിനേക്കാളും കുറേ കാര്യങ്ങൾ ഇനിയും വരുന്നുണ്ട്. മാത്രമല്ല EVO M18 2.0 നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഗൈസ്. EVO M18 അല്ലെന്ന് തോന്നുന്നു. EVO M18 ആണോ അത്? ആണെന്ന് തോന്നുന്നു. അത് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം ഗൈസ്, ഒന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ഗൈസ്. അത് മാത്രമല്ല നമ്മളെ അല്ലാതെ ഈ ബണ്ടിൽ ഗൈസ്, ഈ ബണ്ടിൽ സത്യം പറഞ്ഞാൽ ഗൈസ്, ഇതിൻ്റെ ആ ക്യാപ്പ്, ഹെയർ ആയാൽ പോലും മാസ്ക് ആയാൽ പോലും ഷർട്ട് പാൻറ്റ് ഷൂ ഗൈസ്, ഇതിലൊന്നും കുറ്റം പറയാനില്ല. വിഷയം ബണ്ടിലാണ് ഗൈസ്. ഈ ബണ്ടിലൊക്കെ എടുക്കാൻ ആഗ്രഹമുള്ളവർ എടുത്തോളാം ഗൈസ്. ഇതിൻ്റെ കൺഫേം ഡേറ്റ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞാനത് പറയുന്നില്ല. കാര്യം അത് തന്നെയാണ് എന്ന് എനിക്ക് കൺഫേം ഇല്ല ഗൈസ്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല ഗൈസ്. പക്ഷേ ഞാൻ ആദ്യം കാണിച്ച മറ്റേ അറൈവൽ അനിമേഷൻ, അത് ഈ വരുന്ന 4-ാം തീയതി ഗൈസ്. ആവശ്യമുള്ളവർ ഡുമ്മനെ എടുത്തോ ഗൈസ്. ഓക്കെ, അല്ല നമുക്ക് ഈ ബണ്ടിൽ അതായത് ഇപ്പം ഈ കാണിക്കുന്ന ബണ്ടിൽ നമുക്ക് ഉറപ്പില്ല ഗൈസ്, കാണോ ഇല്ലെന്ന്. പക്ഷേ നമ്മൾ ആദ്യം കാണിച്ച FFTC അതിൻ്റെ കാണും ഗൈസ്. ആ ബണ്ടിൽ എന്തായാലും നമ്മുടെ ഫ്രീ ഫയർ ഉടനെ കാണും ഗൈസ്. അല്ല നമുക്ക് ഗൈസ് നമ്മുടെ ഒരു ഇതാണ് ഗൈസ്, നമ്മുടെ ഇത് എന്നാ പറയുക, നമ്മുടെ അതിനെന്തോ പറയാലോ, എന്തോ ഒരു ബുക്കുണ്ടല്ലോ ഗൈസ്, എന്തോ റാമ്പേജ് ബുക്ക് അല്ല, റാമ്പേജ് ബുക്ക് അത് ഓരോ ഇതാണല്ലേ, പാരഡോക്സ് ബുക്ക്, റാമ്പേജ് ബുക്ക്, അങ്ങനെ ഓരോ ബുക്കുണ്ടല്ലോ ഗൈസ്. ഹൈപ്പർ ബുക്ക് ഗൈസ്. ഹൈപ്പർ ബുക്കിൽ വരാൻ പോകുന്ന ഇവൻ്റാണ് ഗൈസ്. അതായത് നമ്മൾ ഹൈപ്പർ ബുക്കിൽ ഇനി കാണാൻ പോകുന്ന ബണ്ടിലും അതിൻ്റെ കാര്യങ്ങളാണ് ഗൈസ് ഇത്. സത്യം പറഞ്ഞാൽ ഗൈസ്, ഇതും ഒരു രക്ഷയല്ല, കൊള്ളാം ഗൈസ്. സത്യം പറയാലോ, കൊള്ളാം. അത് മാത്രമല്ല നമുക്ക് ഇതിൽ, അതായത് നമ്മുടെ ലോബിയിൽ അറൈവൽ അനിമേഷൻ ഉണ്ടല്ലോ ഗൈസ്, നമ്മുടെ ലോബിയിൽ അല്ലാതെ നമ്മുടെ പ്രൊഫൈലിലൊക്കെ അതിൽ ഗൈസ്, സത്യം പറഞ്ഞാൽ അതിൽ ഫ്രീസ് അറൈവൽ ആദ്യമായിട്ടാണ് ഗൈസ് വരുന്നത്. ഫ്രീസ് അറൈവൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഫ്രീ ഫയർ വരുന്നത്. അതായത് നമ്മളിങ്ങനെ അറൈവ് ചെയ്ത് വന്ന് നമ്മൾ ഏത് പോസിലാണ് നിൽക്കുന്നത് ആ പോസിൽ തന്നെ നിൽക്കും ഗൈസ്. അതായത് കുറച്ച് ഡോക്ടർ സ്ട്രേഞ്ചിനെ കണക്ക്, മറ്റേ അവഞ്ചേഴ്സൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും, ഡോക്ടർ സ്ട്രേഞ്ചിനെ കണക്ക് ആകാശത്ത് അങ്ങനെ നിൽക്കും എന്നാണ് ഇവർ പറയുന്നത് ഗൈസ്. അതെനിക്ക് ഉറപ്പില്ല ഗൈസ്, എന്തായാലും നോക്കി നോക്കണം. ഇതിലും കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഗൈസ് ഞാനത് പറയണത്. നമ്മളെ കട്ടാനുള്ള സ്കിന്ന്, ബാഗിൻ്റെ സ്കിന്ന്, അല്ലാതെ ഇമോട്ട് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഗൈസ്. അല്ലാതെ സ്കൈവിങ് ഉണ്ട് ഗൈസ്. സ്കൈവിങ് കിട്ടില്ലോടാ സത്യം. നമ്മളൊരു സ്കൈവിങ് ഉണ്ടല്ലോ ഗൈസ്, കുറേ അതിൻ്റെ പേരെനിക്കറിയാൻ പറ്റില്ല, ഗോൾഡൻ കിളികളൊക്കെ വന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് നടന്നിറങ്ങുമല്ലോ, അത് സൂപ്പറായിരുന്നു ഗൈസ്. ഇതും കൊള്ളാം ഗൈസ്. സത്യം ഇത് കണ്ട അവൻ്റെ ബാക്കിൽ ആ കോട്ട് വരുമ്പോൾ കണ്ട ഗൈസ്, അതായത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനെ കണക്കില്ലേ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഗൈസ്. എനിക്കത് ഇഷ്ടപ്പെട്ടതാണ്. ഇത് തന്നെ ഗൈസ്, എനിക്കിത് ഇഷ്ടപ്പെട്ടാ. ഈ സ്കൈവിങ് ആണ്ട്രാ, ഇത് തന്നെ കിടിലോടാ, സത്യോടാ, സ്കൈ ഡൈവടാ, സൂപ്പറാ. ഇതൊക്കെ എടുത്തിട്ട് ഇതൊക്കെ വെച്ച് ഇറങ്ങി കഴിഞ്ഞാടാ 4 ആൾ കണ്ട് കൊതിക്കെങ്കിലും ചെയ്യടാ. കൊതിക്കണ രീതിക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യും ഗൈസ്. അങ്ങനെ നമുക്ക് ഈ ബണ്ടിൽ അത്യാവശ്യം കൊള്ളാം എന്ന് തന്നെയാണ്. ഈ ബണ്ടിലിനോട് എനിക്ക് അത്ര ഒരു ഗുമ്മായിട്ട് തോന്നില്ല. പക്ഷേ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, അറൈവൽ അനിമേഷൻ, ലോബി അറൈവൽ അനിമേഷനും അല്ലാതെ നമ്മുടെ MVP അറൈവൽ അനിമേഷൻ, ഇതൊക്കെ കൊള്ളാതെ. അല്ല സ്കൈവിങ്, ഇതൊക്കെ സീനാണ്, ഒന്നും പറയില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പൊതുവെ എൻ്റെ അഭിപ്രായം പറയാല്ല, നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമുക്ക് ഫ്രീ ഫയറിൽ ഇപ്പോൾ, അതായത് ഈ അടുത്ത്, അതായത് ഇന്നിപ്പോൾ മാർച്ച് 1 ഗൈസ്, ഇനി ഈ അടുത്തുള്ള ആഴ്ചകളിൽ കാണാൻ പോകുന്ന മെയിൻ ഇവൻറ്റുകളിൽ ഇതും കാണും ഗൈസ്. അപ്പോൾ നിങ്ങളെന്തായാലും കുറച്ചും കൂടി നേരത്തെ തന്നെ മുൻഗണന എടുത്ത് ഡയമണ്ടൊക്കെ ടോപ്പപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ടോപ്പപ്പ് ചെയ്യുക, ഫണ്ട് ശേഖരിക്കാനുണ്ടെങ്കിൽ ഫണ്ട് ശേഖരിക്കുക ഗൈസ്. ഇതൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഗൈസ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക ഗൈസ്. കിട്ടും, ആർക്കാലും കിട്ടും ഗൈസ്. അല്ലെങ്കിൽ നാളെ 1 ലക്ഷം ഉറപ്പാണ് ഗൈസ്. അതല്ല ഡയമണ്ടും പൈസ ഉള്ളവർക്ക് എന്തോ ആവാം, ഇല്ലാത്തവരും ട്രൈ ചെയ്യുക ഗൈസ്. അത് മാത്രമല്ല ഇത് മാത്രമല്ല ഗൈസ്, ഇതിനേക്കാളും കുറേ കൂടെ കിടിലം ബണ്ടിലുകളും വേറെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതല്ലാതെ അതും എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും നോക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ്, ഇതാണ് ഗൈസ്. ഇതിലെ മറ്റേ ഡുവോ ഇമോട്ടൊക്കെ ഉണ്ട് ഗൈസ്. ഇതാണ് നിങ്ങൾ കണ്ടല്ലോ.
ഡുവോ ഇമോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് കേസ്. അപ്പോൾ നമ്മുടെ ബണ്ടിലെ കാര്യങ്ങൾ ഡുവോ ഇമോട്ട് ഇതാണ് കേസ്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ നമ്മളെ ഇവൻറ്റിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ കേസ്. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഇതിനേക്കാളും നല്ല നല്ല കണ്ടന്റ് കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം കേസ്. അപ്പോൾ വീഡിയോ കുറച്ച് ലേറ്റായാലും ഒന്നും വിചാരിക്കലറാ മുത്തുമണി. ഓക്കെ ബൈ ബൈ, ടേക്ക് കെയർ ഗൈസ്.